വെൽക്കം ടു ദ സ്റ്റോറീസ് ഓഫ് കൃഷ്ണകാവ്യം. അപ്പോൾ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്ലോഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഉച്ചയ്ക്കാണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഷോപ്പിൽ കഴിഞ്ഞിട്ട് വന്നതാണ്. മോൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ലഞ്ച് ഉണ്ടാക്കിയായിരുന്നു. ചോറ് വെച്ചു, കറികളൊക്കെ വെച്ചു. ഫിഷ് മേടിച്ച് വെച്ചിട്ടാണ് പോയത്. നേരെ നന്നാക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഹരിബറിയായിട്ട് റെഡിയായിട്ട് മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് അതുവഴി നേരെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ഫിഷ് ഒന്ന് നന്നാക്കി എടുക്കണം. എന്നിട്ട് ഒരു 1-2 പീസ് എടുത്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് ചോറ് കഴിക്കണം. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് 1-2 പീസ് എടുത്ത് അതിനൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചോറ് കഴിക്കാം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. ശരി, അപ്പോൾ ബാക്കി വീഡിയോ ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഇന്നത്തെ ഡേ ഫുൾ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല. രാവിലെ വ്ലോഗ് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ ആസ് യൂഷ്വൽ ഒരു യോഗ ഉണ്ടായിരുന്നു. മോള് പിന്നെ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വന്നു. അല്ലെങ്കിൽ അങ്ങനെ എഴുന്നേറ്റ് വരുന്നതല്ല. അപ്പോൾ അങ്ങനെ വന്നു, അവളും കൂടി ഇരുന്നു. പക്ഷേ യോഗ ചെയ്തില്ല. അടുത്തിരുന്ന് ഇങ്ങനെ ഉറങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ അറിയാമല്ലോ, നമ്മുടെ വീട്ടമ്മമാരുടെ രാവിലത്തെ തിരക്ക് മക്കളെ സ്കൂളിൽ വിടുക എന്നുള്ളത് തന്നെയാണ്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുത്ത് അവരെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുവിടുക. അപ്പോൾ അതിൻ്റെ നേരെ ഞാൻ ആ കൂട്ടത്തിൽ അങ്ങ് പോയതാണ്. മോളെ ആക്കിയിട്ട് ഞാൻ നേരെ പോയതാണ്. വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ലഞ്ചിനുള്ള ബാക്കി ആ ഫിഷിൻ്റെ പരിപാടി നോക്കിയിട്ട് ലഞ്ചൊക്കെ കഴിക്കണം. എന്നിട്ട് മോളെ വിളിക്കാൻ പോകണം. അപ്പോൾ നമുക്കിനി പോകെ കാണാം. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാൻ പോകണം. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല. ഉടനെ തന്നെ പോകേണ്ടതുണ്ട്. ഏതായാലും ഉച്ചയായല്ലോ. ഞാൻ പിന്നെ ഒരു ഏപ്രിൽ ഇട്ടിട്ടാണ് ഫിഷൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ മേത്താവുകയില്ല, കാര്യവും നടക്കും, ഡ്രസ്സും ചേഞ്ച് ചെയ്യണ്ട. അങ്ങനെ ഞാൻ വളരെ കുറച്ച് അത്യാവശ്യം മീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മീനുകൾ മാത്രമേ എടുത്തുള്ളൂ. കാരണം എൻ്റെ വിശപ്പിൻ്റെ വിളി കാരണം കുറച്ച് നന്നാക്കാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം. ബാക്കി പിന്നീട് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 5-6 പീസ് എടുത്തിട്ട് ക്ലീൻ ചെയ്തു. എനിക്ക് കല്യാണത്തിന് മുന്നേ ഈ ഫിഷൊന്നും ക്ലീൻ ചെയ്യാൻ അധികം അറിയില്ലായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് വീടൊക്കെ വെച്ച്, അതായത് കല്യാണം കഴിഞ്ഞ് ഞാൻ സെപ്പറേറ്റ് പാചകം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഫിഷിൻ്റെ കാര്യമൊക്കെ, അതായത് ഇതൊക്കെ നന്നാക്കാൻ ഞാൻ പഠിച്ചത്. ആവശ്യം വരുമ്പോൾ നമുക്ക് പഠിച്ചല്ലേ പറ്റൂ ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനൊരു 5-6 ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചു. അതിന് ശേഷമാണ് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തത്. കുറച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു ജോലി കൂടെ ഉണ്ട്. മോൾക്ക് കോൺ ഉണ്ടാക്കണം. അതായത് ചോളം ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചോളം ഉണ്ടാക്കാമെന്ന്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് ബോക്സിനകത്താക്കി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ കോണിൻ്റെ പരിപാടി ഇതിൻ്റെ ഇടയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വിളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കോണും ആവും. നമുക്ക് വന്ന ഉടനെ തന്നെ ഫ്രഷായിട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞാനിന്ന് ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പം തന്നെ ഞാൻ കോണൊക്കെ മേടിച്ച് വന്നായിരുന്നു. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ഫിഷ് അവിടെ ഓൾറെഡി ആയി. അപ്പം ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. അവിടെ കോൺ വേവുന്നുണ്ട്. എവിടെ കാണിക്ക്. എന്ത് വീഡിയോ എടുത്തേ? ഇൻഡിപെൻഡൻസ് ഡേയുടെ അല്ലേ? ഞാനങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. പെട്ടെന്ന് തന്നെ ഈ കുട്ടീനെ വിളിച്ചുകൊണ്ട് വന്നു. ഓൾമോസ്റ്റ് ടൈമായിട്ടുണ്ടായിരുന്നു അവളെ വിളിക്കാൻ. പിന്നെ നമുക്ക് വന്നിട്ട് അവളെ ഫ്രഷാക്കി കോൺ കൊടുത്തു. ഞാനും ഒരു പീസ് കോണൊക്കെ കഴിച്ചു. കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്. ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ? എല്ലാ മാസവും നമുക്ക് ബർത്ത്ഡേ ഉണ്ടല്ലേ? ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, എവ്രി മന്ത് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ എനിക്ക്. എനിക്കൊക്കെ എല്ലാ മാസവും ബർത്ത്ഡേ ആണല്ലേ? എനിക്കിട്ട് ബർത്ത്ഡേ എപ്പോഴാ? ഇപ്പോഴാണോ? അപ്പോൾ ജൂണിൽ കഴിഞ്ഞത് ആരുടെ ബർത്ത്ഡേയാ? എനിക്ക് എല്ലാ മാസവും ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. എപ്പോൾ കേക്ക് മേടിച്ചാലും ബർത്ത്ഡേ ഹാറ്റും ഈ നൈഫും ഈ കേക്ക് കട്ടിങ്ങും നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കേക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഒന്ന് കുളിച്ചതിൻ്റെയും കുറച്ച് കഴിച്ചതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ കുറച്ച് നേരം എങ്കിക്കുട്ടി ഒന്ന് മയങ്ങാൻ കിടന്നിട്ടുണ്ട്. ഉറങ്ങി കുറച്ച് നേരം. ഏകദേശം വൈകുന്നേരം ആവുന്നുണ്ട്. വൈകിട്ടത്തെ പരിപാടികളൊക്കെ തുടങ്ങി. ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ
ചായ ഇട്ടു, കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് ജിമ്മിലോട്ട് പോകണം. യൂഷ്വലി ഞാൻ രാവിലെയാണ് പോകാറ്, പക്ഷേ ഇന്ന് എനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകൾ കാരണം. അതുകൊണ്ട് രാവിലെ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഇതുപോലെ വൈകുന്നേരം പോകാറുണ്ട്. അങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് വന്നു. ജിമ്മിൽ നിന്ന് വന്നിട്ട് സാധാരണ സ്മൂത്തി തന്നെയാണ് കുടിക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇന്നും സ്മൂത്തി തന്നെയാണ് കുടിച്ചത്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഒരു സ്മൂത്തി കുടിച്ചു. ചോറൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നത്. പക്ഷെ പെട്ടെന്ന് എനിക്ക് പാസ്ത ക്രേവിങ് തോന്നി. പെട്ടെന്ന് കുറച്ച് പാസ്ത കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പാസ്ത ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു കുക്കിംഗ് ആണ്. അല്ലെങ്കിൽ രാത്രി കുക്കിംഗ് അങ്ങനെ എപ്പോഴും പതിവുള്ളതൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ക്രേവിങ് കാരണം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് മടിയൊന്നും തോന്നില്ല. പിന്നെ വേറെ ആരും ഉണ്ടാക്കി തരാൻ ഇവിടെ ഇല്ല എന്നുള്ളതാകുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് മടിയൊന്നും തോന്നില്ല. നമുക്ക് ആരെങ്കിലും ചെയ്തു തരാൻ ഉണ്ടെന്ന് തോന്നുമ്പോഴും അറിയാണ്ട് ഒരു മടി. ഇപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു മടി തോന്നുമല്ലോ. അത് അമ്മ ഉണ്ടല്ലോ, അതൊരു സുഖമാണ്. അമ്മയെ ചെയ്തു തരുന്നത്, അമ്മ ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ ആ കഴിക്കാമെന്ന് വിളിക്കുമ്പോൾ നമുക്ക് ചെന്ന് കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ഉണ്ടാക്കി തരാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഫുഡുണ്ടാക്കി കഴിക്കുന്നു. ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര ലക്ഷറിയാണ്. കാരണം ഞാൻ ഈ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിക്കാനും, അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനും ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരുന്ന് ടി വിയൊക്കെ കണ്ട് ഇഷ്ടമുള്ള മൂവിയൊക്കെ കണ്ട് കഴിക്കുക എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു ലക്ഷറി തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുട്ടിയുടെ ഫുഡ് ടൈമും കഴിഞ്ഞ് അവളുടെ ബ്രഷിങ്ങും കഴിഞ്ഞ് അവളെ ഞാൻ എന്താ കൊണ്ട് കിടത്താൻ പോവാണ്. അതിനു മുന്നേ നമ്മളിങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ കളിയുണ്ട്. ഒറ്റയ്ക്കുള്ള മൊമെൻ്റ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ ഇവളുമായിട്ടുള്ള ഇത്തരം മൊമെൻറ്റ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതും എനിക്ക് കിട്ടുന്ന ഒരു ലക്ഷറി തന്നെയാണ്. എന്നെപ്പോലെ എല്ലാ അമ്മമാർക്കും ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കുഞ്ഞു മാത്രമായിട്ടുള്ള ആ ഒരു മൊമെൻ്റ്, അവരുടെ കൂടെയുള്ള കളികൾ, അതും നമുക്ക് കിട്ടുന്ന ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഉറങ്ങാനുള്ള ടൈമൊക്കെ ആയി. ഞാൻ പതിയെ അവളെ കൊണ്ടിങ്ങനെ കിടത്തി. അവളിനി ഇങ്ങനെ കിടന്ന് പതിയെ കിടന്ന് ഉറങ്ങിക്കോളും, ഞാനും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഫസ്റ്റ് വ്ളോഗാണ്, അതായത് ഒരു ഡേയിൽ ഞാൻ വ്ളോഗിങ് ചെയ്യുന്നത്, ഒരു ഹോൾ ഡേ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല, എന്തായാലും കമൻ്റായിട്ട് പറയുക. ഇനി എന്തായാലും ഇമ്പ്രൂവ് ചെയ്ത് തന്നെ വ്ളോഗ്സ് എടുക്കാൻ ശ്രമിക്കുക. എനിക്ക് കുട്ടി കുലിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എന്തെങ്കിലും കിട്ടുന്ന ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി ഡ്രോയിങ് ചെയ്യണോ? ഉറങ്ങണ്ടേ? ഓക്കെ. അപ്പോൾ ഡ്രോയിങ് ഉണ്ട്, കുറച്ച് ഡ്രോയിങ് ചെയ്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.